നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്വാറി, മണ്ണുകടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ഉൾപ്പെടെ 3 പേർക്ക് സസ്പെൻഷൻ. കൊട്ടാരക്കര തഹസിൽദാർ MK അജികുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ V അനിൽകുമാർ, ഡ്രൈവർ T മനോജ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു താൽക്കാലിക ഡ്രൈവർ മനോജിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ ജില്ലാ കളക്ടറോട് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. ഡ്രൈവറെ മറയാക്കി തഹസിൽദാറും സംഘവും വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇഷ്ടിക കമ്പനിക്ക് പാസിനായി 1 ലക്ഷം രൂപ തഹസിൽദാരും ഡ്രൈവറും ആവശ്യപ്പെട്ടു എന്ന പരാതിയിൽ നടത്തിയ അന്വേഷണമാണ് വൻ തട്ടിപ്പുകൾ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ആദ്യം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ സംഘം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്വാറി, മണ്ണുകടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വൻ തുകകളുടെ ഇടപാട് നടക്കുന്നതായി ബോധ്യപ്പെട്ടു. തഹസിൽദാർ അജികുമാറിന്റെ നിർദ്ദേശപ്രകാരം പണം പിരിച്ചു നൽകുന്നത് ഓഫീസിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മനോജാണെന്നും കണ്ടെത്തി. പിന്നീട് അന്വേഷണ സംഘത്തിലെ അണ്ടർ സെക്രട്ടറി ക്വാറി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഏജന്റ് എന്ന നിലയ്ക്ക് തഹസിൽദാറെ സമീപിച്ചു. എല്ലാവരെയും സഹായിക്കുന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും കാശ് വാങ്ങാറുണ്ടെന്നും തഹസിൽദാർ സമ്മതിച്ചു. ക്വാറി വാങ്ങുന്ന യഥാർത്ഥ ഉടമയുമായി കണ്ട് സംസാരിച്ച് തീർപ്പുണ്ടാക്കാമെന്നും തഹസിൽദാർ അറിയിച്ചു. കൈക്കൂലി തുകയുടെ കാര്യം പറഞ്ഞപ്പോൾ വൈകിട്ട് ഡ്രൈവർ മനോജിനെ വിളിച്ചു ഉറപ്പിക്കാനായിരുന്നു തഹസിൽദാർമാരുടെ മറുപടി. തുകയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാറും സന്നിഹിതനായിരുന്നു. ക്വാറി ആരംഭിക്കുന്നതിന് തഹസിൽദാർമാർക്ക് 7.5 ലക്ഷം രൂപയും ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്ക് 2.5 ലക്ഷം രൂപയും ഉൾപ്പെടെ 10 ലക്ഷം നൽകണമെന്ന് മനോജ് ഏജന്റായി എത്തിയ അണ്ടർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഇത് ക്വാറി തുടങ്ങാനുള്ള തുക മാത്രമാണെന്നും പ്രവർത്തനം തുടങ്ങിയാൽ 1.5 മുതൽ 2.5 ലക്ഷം വരെ തഹസിൽദാർക്ക് എത്തിക്കണമെന്നും ഡ്രൈവർ അറിയിച്ചു. സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണങ്ങളും ഓഡിയോ റെക്കോർഡുകളും തെളിവുകളായി ശേഖരിച്ചിരുന്നു. തുടർന്നാണ് നടപടി.